പട്ടണവുമായി ബന്ധപ്പെട്ടാണ് SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരുന്ന സെന്റ് ഡൊമിനിക് സ്കൂളിലേക്ക് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, ഇപ്പോൾ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ സ്ഥലത്തെ പ്രധാന വിവരങ്ങൾ? SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മാർച്ച് നടത്തിയത്. ഈ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് 2 മണിയോടുകൂടെ സ്കൂളിൽ PTA നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഈ മീറ്റിംഗിലേക്കാണ് SFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിക്കൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് SFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വിപിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ എത്തിയത്. എന്നാൽ പോലീസ് തടയുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് സ്കൂളിന്റെ മതിൽ ചാടിക്കടന്നുകൊണ്ട് ഇപ്പോൾ SFIയുടെ വിദ്യാർത്ഥികൾ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസുമായി ഇപ്പോൾ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസ് ഗേറ്റുകളെല്ലാം ബന്ധിച്ചുകൊണ്ട് SFI പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. എന്നാൽ പകുതിയോളം വിദ്യാർത്ഥികൾ ഈ മതിൽ ചാടിക്കടന്നുകൊണ്ട് ഹാളിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ യോഗം ചേരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. SFIയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത്, ഈ സമരം ഇവിടേക്ക് ഇന്നലെ വന്ന ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 മണിക്കുള്ള മീറ്റിംഗിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ പങ്കെടുപ്പിക്കാം. വിദ്യാർത്ഥി പ്രതിനിധി നിങ്ങളുടെ യോഗം ഒരു ഹോം ഗാർഡ് ആയിട്ടുള്ള ആള്, ഒരു ഹോം ഗാർഡ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. പോലീസല്ല, ലാത്തി ഉപയോഗിച്ച് SFIക്കാരന്റെ തലക്കടിച്ചു. ആ അടിച്ചപ്പോഴാണ് പോലീസുകാരായിട്ട് ഉന്തുന്നതായത്. ഞങ്ങളെ ഇവിടെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ഇതിനകത്തേക്ക് കയറും. എന്താണ് നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ? ഞങ്ങള് 10ഓളം വരുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് തീർത്തും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇപ്പൊ നമുക്ക് മുൻപിൽ വന്നിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ സ്കൂളിനകത്ത് ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷത്തിന് മുമ്പ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളെ കൊലക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മാനേജ്മെന്റും അധ്യാപകരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിരിച്ചുവിട്ടു, ബാക്കി എന്തിനാ പ്രതിഷേധം? അതാണ് ഞങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. 3 അധ്യാപകരെ പിരിച്ചുവിട്ടത് കൊണ്ട് തീരുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സ്കൂളിനകത്തെ സിസ്റ്റം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ഈ സ്കൂളിനകത്തെ പോലീസുമായി ഇപ്പോൾ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം SFIക്കാരെ ഉള്ളിലേക്ക് കയറ്റിവിടില്ല എന്ന ഒരു നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ SFI വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് കയറ്റില്ല എന്നൊരു ജനാധിപത്യമായ വിരുദ്ധ നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ പരാതിയുമായി കുടുംബം തന്നെ രംഗത്തെത്തുകയായിരുന്നു. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ കുട്ടി ആശിർമന്തയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസടക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്കൂൾ മാനേജ്മെന്റ് 3 അധ്യാപകരെ പുറത്താക്കിയിട്ടുണ്ട് എന്ന ഒരു നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ മേലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം, അതായത് ഈ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ കേസെടുക്കണം, അവരെക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് SFI ഉന്നയിക്കുന്നത്. മാത്രമല്ല 10ഓളം മറ്റ് ആവശ്യങ്ങളും SFI ഉന്നയിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും സ്വീകരിക്കുന്നത് എന്ന കാര്യമാണ് നേരത്തെ വ്യക്തമായിട്ടുള്ളത്. അത് തന്നെയാണ് SFI ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെ
വിദ്യാഭ്യാസ കച്ചവടവൽക്കരിക്കാനും അതേപോലെ തന്നെ ചൂഷണം ചെയ്യാനും അനുവദിക്കില്ല എന്ന കാര്യം തന്നെയാണ് SFI നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഘർഷത്തിലെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ PTA ഭാരവാഹികളുടെ യോഗവും ചേരുന്നുണ്ട്. അതിലടക്കം വിദ്യാർത്ഥി സംഘടനകളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരുടെയും അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയും ഉന്നയിക്കുന്നത്. ഒരു